കാണാനും കണ്ട് നടക്കാനും പുതുമയേറിയ ലൈറ്റിങ്ങുമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ എങ്ങനെ ഇനി വസന്തോത്സവത്തിന് പോകുകയല്ലേ? ഡിസംബർ 24-നായിരുന്നു സ്റ്റാർട്ടിങ്. തുടങ്ങുന്ന ദിവസം തന്നെ പോണോന്നുണ്ടായിരുന്നു. അതെന്തായാലും നടന്നു. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആവുന്നത് 50 രൂപയാണ്. 50 രൂപ മുടക്കി ഈ ലൈറ്റും അതുപോലെ ഫ്ലവർ ഷോ ഒക്കെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വർത്ത് ഉണ്ട്. ഈ കാണുന്ന ലൈറ്റിംഗ് ഒക്കെ കണ്ടോ? എന്ത് പുതുമയാർന്ന ലൈറ്റിംഗ് ആണെന്നോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കനകക്കുന്നിലെ ലൈറ്റിംഗ്. ഒരുപാട് പ്രൊമോസും അതുപോലെ കനകക്കുന്നിലെ ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള ബിൽഡപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇത്ര അടിപൊളി ആകുമെന്നല്ല. സൂപ്പർ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഓരോ കാഴ്ചകളും. ലൈറ്റ് കാണുമ്പോൾ ഇത്രയധികം വർണ്ണിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ കനകക്കുന്നിലെ ലൈറ്റിംഗ് അത്രയേറെ വർണ്ണിക്കാനുണ്ട്. ഈ കാണുന്ന ഡ്രാഗൺ കണ്ടില്ലേ? ഇതായിരുന്നു സെന്റർ ഓഫ് അട്രാക്ഷൻ. മീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഡ്രാഗൺ, അതിന് ചുറ്റുമുള്ള ഈ ലൈറ്റിങ്ങും അതുപോലെ എൻട്രൻസ് തൊട്ട് ഓരോ മുക്കിനും മൂലയിലും ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദീപ കാഴ്ച കാണാൻ എന്ത് ഭംഗിയാണെന്നോ. പുതുമകൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കണ്ണിന് കാണാനും അതുപോലെ നമ്മുടെ മനസ്സിൽ എടുക്കാനും പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ. വെറൈറ്റി ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഇക്കൊല്ലത്തെ കനകക്കുന്നിലെ ലൈറ്റിംഗ് ആണ് മെയിൻ വെറൈറ്റി. 2 കുഞ്ഞുങ്ങളെ വെച്ച് അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് ഈ ട്രാഫിക്കിലൂടെ രാത്രി അവിടെ ചെന്നിട്ട് 50 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഈ കാഴ്ചകൾ കണ്ടപ്പോഴുണ്ടല്ലോ, നമ്മൾ വന്നത് വെറുതെ ആയില്ലെന്നുള്ള തോന്നലുണ്ടായി. പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഇവിടുത്തെ വൈക്കോൽ ലൂപ്പ് ഓർമ്മയുണ്ടോ? അതിനെ മാതൃകയായിട്ടൊരു ഗ്ലാസ് ലൂപ്പും ഉണ്ട് ഇവിടെ. കൂടെ നല്ല ഫ്ലവർ ഷോ. ജനുവരി 4 വരെ ഈ ഷോ ഉണ്ട്. കണ്ടിട്ടില്ലാത്തവർ വേഗം തന്നെ കനക